ഇന്ന് പാർട്ടിന്റെ മുതിർന്ന നമ്മുടെ നേതാവായ അബ്ദുൽ സലാംജി, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാംജിന്റെ ലീഡർഷിപ്പിൽ ഇന്ന് പാർട്ടി ഒരു മുസ്ലിം ഔട്ട്റീച്ച് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ആ ടീമിന്റെ ഭാഗമായി മുസ്ലിം ലീഡേഴ്സായ ഷെയ്ഖ് അഹമ്മദ് ജി, ഷമീർ മുഹമ്മദ് ജി, ഇവരെല്ലാവരും ഈ ടീമിന്റെ ഭാഗമായി മുസ്ലിം ഔട്ട്റീച്ചിന്റെ ഒരു പ്രോഗ്രാം ഇന്ന് തുടങ്ങുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 2014 നമുക്ക് എല്ലാവർക്കും അറിയാം, നരേന്ദ്രമോദിജി പ്രൈം മിനിസ്റ്റർ ആയി കഴിഞ്ഞിട്ട് അദ്ദേഹം കഴിഞ്ഞ 11 കൊല്ലം മുമ്പോട്ട് വെച്ചൊരു കാഴ്ചപ്പാടും ഒരു രാഷ്ട്രീയമാണ് സബ്കാ സാത്ത് സബ്കാ വികാസ്. എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ, എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെ ഒപ്പം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയം. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, കുറച്ചു കാലമായിട്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന്റെ മനസ്സിൽ ഒരു വിഷം നിറച്ച് വെക്കുന്ന ഒരു രാഷ്ട്രീയമാണ് CPM-ഉം കോൺഗ്രസ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന്റെ സത്യം എന്താണ്? ഈ പാർട്ടി ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കുന്ന രീതിയും കാഴ്ചപ്പാടും എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അതാണ് സത്യം. കൂടെ ഉണ്ടാവും ഞങ്ങൾ. അത് ഏത് മലയാളിയാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ പാർട്ടി തയ്യാറാണെന്ന് പറയാനാണ് ഈ മുസ്ലിം ഔട്ട്റീച്ചിന്റെ പ്രോഗ്രാം ഇന്ന് തുടങ്ങുന്നത്. ഇതിൽ രാഷ്ട്രീയമില്ല, ഇത് വോട്ട് പിടിക്കാനല്ല, ആരെയും വിഡ്ഢിയാക്കാൻ CPM-ഉം കോൺഗ്രസ് ചെയ്യുന്ന രാഷ്ട്രീയമല്ല. ഇത് ഞങ്ങൾ ട്രസ്റ്റ് ബിൽഡിങ്ങിന് വേണ്ടി ചെയ്യുന്നു. ഇതുവരെ വിഷം നിറച്ച് വെച്ച രാഷ്ട്രീയത്തെ പൊളിക്കാൻ ഒരു ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന്. സിൻസിയറായിട്ട് ഞങ്ങൾ എല്ലാ വീട്ടിലും പോവും. ഈ ടീം എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റീനെ കാണും. ഞങ്ങളുടെ കാഴ്ചപ്പാട് BJP സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വികസിത കേരളം, അത് എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാവരുടെ ഒപ്പം ഞങ്ങൾ ചെയ്യാൻ ആണ് ഞങ്ങളുടെ താല്പര്യം എന്ന് ഞങ്ങൾ മുമ്പോട്ട് കൃത്യമായി പറയും. ഇതില് എനിക്കറിയാം, ചിലർ പറയും ഇതൊരു രാഷ്ട്രീയമാണ്, ഇതാണ് മറ്റതാണെന്നെല്ലാം പറയും. പക്ഷേ ഇതിലൊരു സിൻസിയറിറ്റി ഉണ്ട്. അബ്ദുൽ സലാംജി ഒരു ഏറ്റവും റെസ്പെക്റ്റഡ് ഞങ്ങളുടെ ഒരു നേതാവാണ്. അബ്ദുള്ള കുട്ടിജി ഉണ്ട്, ഞങ്ങളുടെ നാഷണൽ വൈസ് പ്രസിഡന്റ്. ഇവരെല്ലാവരും ഒപ്പം ഞങ്ങൾ എല്ലാ വീട്ടിൽ കയറി മെസ്സേജ്, ഞങ്ങളൊരു വികസന സന്ദേശം എന്താണ് BJP ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ കൃത്യമായി പറയും. അപ്പോൾ അതിന്റെ ഭാഗമായി ഇതുവരെ 20-30 കൊല്ലമായിട്ട് ഇവിടെ സൃഷ്ടിച്ച ഒരു നുണ, BJP ഒരു മതത്തിന്റെ എതിരെയാണെന്നോ ഞങ്ങളാണോ ഒരു വർഗീയവാദി പാർട്ടിയാണെന്ന്, ഇതെല്ലാം ഞങ്ങൾ പൊളിക്കാൻ ശ്രമിക്കും എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത്രമാത്രമേ പറയാനുള്ളൂ. നമസ്കാരം.